ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മലബാറിലെ ഒരു സ്പെഷ്യൽ കോമ്പിനേഷനായ തേങ്ങാപ്പത്തിരിയും കോഴിക്കറിയും വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു പത്തിരി ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. നമുക്കധികം സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കോംബോ ആണ്. പത്തിരി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പോളം വെള്ളം ഞാൻ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാം. കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിയിലേക്ക് 3 സവാള നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളത്, 1 ടീസ്പൂണോളം തന്നെ വെളുത്തുള്ളി ചതച്ചതും, 3-4 പച്ചമുളക്, അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും, ഇനി 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ സവാള ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പിന്നെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കളർ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അല്പം കശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിന് മുകളിലായിട്ട് 2 തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടാണ് ഇത് കുക്കായി വരുന്നത്. ഇനി നമുക്ക് പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളത്തിലേക്ക് 1 കപ്പോളം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 2 കപ്പോളം വെള്ളമായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു 15-16 തേങ്ങാപ്പത്തിരിയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. വെള്ളവും അരിപ്പൊടിയും ഒക്കെ അതനുസരിച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് നമുക്ക് അയച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് സിമ്പിൾ ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇപ്പോൾ ഇതാ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് വേണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എള്ള് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ മാവ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ കറി എന്തായി എന്നൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അല്പം പോലും വെള്ളം ചേർക്കാതെയാണല്ലോ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ തക്കാളിയൊക്കെ ഒന്ന് അടിയിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. തക്കാളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുഴിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിതുപോലെ എല്ലാ മാവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. മാവെല്ലാം തന്നെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മളിത് പരത്താനോ ഒന്നും ചെയ്യണ്ട. വളരെ എളുപ്പത്തിൽ ചപ്പാത്തി പ്രസ്സിൽ നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ തന്നെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ചൂടായിട്ടുള്ള തവയിലേക്കിട്ട് ഓരോന്നും ചുട്ടെടുക്കാം. നമുക്ക് പാനിലേക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ പത്തിരി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കോ ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പത്തിരിയും കോഴിക്കറിയും. ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എല്ലാ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതാ എല്ലാ തേങ്ങാപ്പത്തിരിയും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തേങ്ങാപ്പത്തിരിയും നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പത്തിരി റെഡിയാക്കി എടുത്ത ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കറിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ.
നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.